ഏറ്റവും കുറവ് കസ്റ്റമൈസേഷൻ വരുന്ന പ്ലാൻ ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഏറ്റവും കൃത്യമായിട്ട് നമ്മളവിടെ കസ്റ്റമറെ കണ്ടു എന്ന് മനസ്സിലാക്കാം. 25ഓളം വരുന്ന സീനിയർ മാനേജ്മെൻറ്റ് ടീമംഗങ്ങളും പങ്കെടുക്കുന്ന ഞങ്ങളുടെ മന്ത്ലി മീറ്റിങ്ങുകളിൽ അവസാനത്തെ ദിവസത്തെ അവസാനത്തെ 1 മണിക്കൂർ ഞങ്ങൾ കസ്റ്റമറോടൊപ്പമാണ് ചെലവഴിക്കുന്നത്. അതിൽ 2 ടൈപ്പ് ടീം മെമ്പേഴ്സേ ഉള്ളൂ. ഒന്ന് കസ്റ്റമറെ സർവീസ് ചെയ്യുന്നവരും, 2 കസ്റ്റമറെ സർവീസ് ചെയ്യുന്നവരെ സർവീസ് ചെയ്യുന്നവരും. അപ്പോൾ ഐ തിങ്ക് കസ്റ്റമറുടെയാണ് വീട്, ഞങ്ങളുടെ വീടല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കസ്റ്റമർ ഇൻവോൾവ്മെൻറ്റ് ഉണ്ടാവുന്നത് നല്ലത്. എൻഡ് യൂസേഴ്സാണ് ഇപ്പോൾ ഫ്ലാറ്റുകളെല്ലാം വാങ്ങിക്കുന്നത്. നമസ്കാരം. കെട്ടിട നിർമ്മാണത്തിൽ സ്റ്റീലും കോൺക്രീറ്റും മാത്രമല്ല, സ്വപ്നങ്ങളും പ്രതീക്ഷകളും കൂടിയാണ് ഞങ്ങൾ കൂട്ടിച്ചേർക്കുന്നത്. പറഞ്ഞിരിക്കുന്നത് കാനഡയിലെ റിയൽ എസ്റ്റേറ്റ് രാജാവായിരുന്ന ജോൺ ജാക്സൺ ആണ്. പലപ്പോഴും ജീവനില്ലാത്ത പല വസ്തുക്കളും കൂട്ടിവെച്ച് നമ്മൾ ഉണ്ടാക്കുന്ന ഭവനങ്ങൾ അല്ലെങ്കിൽ കെട്ടിടങ്ങൾ, അവയിലാണ് നമ്മുടെയൊക്കെ ജീവിതം ഡിസൈൻ ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ സൗന്ദര്യബോധവും ശാസ്ത്രവും മനഃശാസ്ത്രവും ഒക്കെ കൂട്ടിച്ചേർന്ന ഒരു കലയാണ് കെട്ടിട നിർമ്മാണം, ഡിസൈനിങ് എന്നൊക്കെ പറയാം. ആ കലയിൽ പ്രവീണനായ ഒരു വ്യക്തിയാണ് വാല്യൂ പ്ലസിൻ്റെ അതിഥി. മാത്രവുമല്ല, ഇദ്ദേഹം ഒരു പുസ്തക രചയിതാവ് കൂടിയാണ്. അസറ്റ് ഹോംസിൻ്റെ മാനേജിംഗ് ഡയറക്ടറായ ശ്രീ സുനിൽ കുമാർ വി. സർ, വെൽക്കം ടു വാല്യൂ പ്ലസ്. പലപ്പോഴും പറയാറുണ്ട്, ബ്ലൂ പ്രിൻ്റ് മുതൽ കെട്ടിടം വരെയുള്ള ഒരു രീതിയുണ്ടല്ലോ, ആ ഒരു പാതയിൽ പലരുടെയും സ്വപ്നങ്ങളാണ് നമ്മൾ സാക്ഷാത്കരിച്ചു കൊടുക്കുന്നത്. അപ്പോൾ മറ്റൊരാളുടെ സ്വപ്നങ്ങളിലൂടെ നടന്ന് അത് അവരുടെ ആ ഡ്രീം ഫുൾഫിൽ ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്നത് അത്ര ഈസിയായ ഒരു കാര്യമല്ല. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു മേഖലയിലേക്ക് വന്നത്? ഈ മേഖലയിലേക്ക് വരാൻ കാരണം ഇതാണ് ഞങ്ങൾ പഠിച്ചത്. ഞാൻ തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ആളാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഒരു അക്കാഡമിക് പാരമ്പര്യം അല്ലെങ്കിൽ അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് സിവിൽ എഞ്ചിനീയറിംഗ് ആണ്. അപ്പോൾ കെട്ടിട നിർമ്മാണം അതിൻ്റെ ഒരു ഭാഗമായിട്ട് വരുന്നൊരു ഘടകമാണ്. പക്ഷേ ഈ സിവിൽ എഞ്ചിനീയറിംഗ് നിർമ്മിതികളിലേക്കാളും എല്ലാം വളരെ വ്യത്യസ്തമാണ് ഒരാളുടെ ചിലപ്പോൾ ഒരു ജീവിതത്തിലെ ആദ്യത്തെയും അവസാനത്തെയും സ്വപ്നമായിരിക്കുന്ന വീടുകൾ നിർമ്മിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അതിലൊരുപാട് പേഴ്സണലായിട്ടുള്ള ഇൻവോൾവ്മെൻറ്റുകളുണ്ട്, വികാരങ്ങളുണ്ട്, വ്യക്തികളുടേതായിട്ടുള്ള ആശയങ്ങളുണ്ട്, അവരുടെ ആഗ്രഹങ്ങളുണ്ട്. അപ്പോൾ അത് നമ്മളൊരു മാസ് നിർമ്മാണം നടത്തുമ്പോൾ അതിൽ വരാൻ പോകുന്ന ആൾക്കാർ പല വിഭാഗത്തിൽപ്പെടുന്നവരായിരിക്കാം. അപ്പോൾ അവരുടെ എല്ലാവരുടെയും ആശയങ്ങളും അവരുടെ എല്ലാവരുടെയും ആഗ്രഹങ്ങളൊക്കെ അവിടെ ഉണ്ടായിരിക്കുക എന്ന് പറയുക എന്ന് പറയുന്നത് അവരുടെ എല്ലാവരുടെയും കൂടെ കണ്ണിലൂടെ നമുക്ക് നോക്കാൻ കഴിയുക എന്ന് പറയുന്നത് തുല്യമാണ്. അപ്പോൾ അങ്ങനെ നോക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കസ്റ്റമറുടെ ഷൂവിൽ നിൽക്കണം. നമ്മളൊരു ഉപഭോക്താവിൻ്റെ ചിന്തകളിലൂടെ അല്ലെങ്കിൽ ഉപഭോക്താവിൻ്റെ മനസ്സിലൂടെ അല്ലെങ്കിൽ ഉപഭോക്താവിൻ്റെ കാൽപാദങ്ങളെ പിന്തുടർന്നാൽ മാത്രമേ നമുക്ക് അത്തരമൊരു ക്രിയേറ്റിവിറ്റി സാധിക്കുകയുള്ളൂ. എനിക്ക് തോന്നുന്നു ഒരു പ്രോജക്റ്റ് നമ്മൾ കൺസീവ് ചെയ്ത് ചെയ്യുമ്പോൾ ആ പ്രോജക്റ്റിൽ വാങ്ങിക്കുന്ന ആൾക്കാർ വന്നിട്ട് ആ ഫ്ലാറ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മളോട് പറയുകയാണ്, എനിക്ക് ഇന്ന മാറ്റങ്ങൾ ഈ പ്ലാനിൽ വേണം. പല ബിൽഡർമാരും പറയുന്നത് കാരണം ഞങ്ങൾ ഒരുപാട് കസ്റ്റമൈസേഷൻ ചെയ്ത് കൊടുക്കാറുണ്ട്. ഈ കസ്റ്റമൈസേഷൻ ചെയ്ത് കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ എന്ത് മനസ്സിലാക്കേണ്ട കാര്യം, കസ്റ്റമറെ നേരത്തെ കാണാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഏറ്റവും കുറവ് കസ്റ്റമൈസേഷൻ വരുന്ന പ്ലാൻ ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഏറ്റവും കൃത്യമായിട്ട് നമ്മളവിടെ കസ്റ്റമറെ കണ്ടു എന്ന് മനസ്സിലാക്കാം. ഞങ്ങൾക്കും കസ്റ്റമൈസേഷൻ ഡിപ്പാർട്ട്മെൻറ്റെല്ലാം ഉണ്ട്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമറെ പറഞ്ഞ് മനസ്സിലാക്കണം എന്തുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ ചെയ്തിരിക്കുന്നത്, എന്തുകൊണ്ടാണ് ഈ പ്ലാൻ ഇങ്ങനെ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കസ്റ്റമൈസേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. അല്ലാതെ കസ്റ്റമൈസേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് കസ്റ്റമർ പറയുന്ന കാര്യങ്ങൾ അംഗീകരിച്ച് കസ്റ്റമർ പറയുന്ന കാര്യങ്ങളെല്ലാം ശരിയാണെന്ന് ഉൾക്കൊണ്ട് ഒടുവിൽ നമ്മളുടെ പ്ലാൻ മുഴുവനും തെറ്റാണെന്ന് അംഗീകരിക്കുന്ന രീതിക്ക് പകരമായിട്ട് കസ്റ്റമർ പറയുന്ന കാര്യങ്ങളിലെ അന്തസത്ത ഉൾക്കൊണ്ടുകൊണ്ട് അത് ഈ പ്ലാനിലുണ്ട് എന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയുന്നിടത്താണ് നമ്മൾ കസ്റ്റമറെ കണ്ടു എന്ന് പറയാൻ പറ്റുള്ളൂ. അങ്ങനെ കസ്റ്റമറെ കാണാനുള്ള ശ്രമമാണ് ഓരോ പ്രോജക്റ്റുകളും. കസ്റ്റമറെ കാണാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതെ. ഇപ്പോൾ അവിചാരിതമായിട്ടാണെങ്കിൽ ഇന്ന് മാർച്ച് 15 കൺസ്യൂമർ റൈറ്റ്സ് ഡേ ആണ്. അപ്പോൾ ഓരോ ഉപഭോക്താവിനും അവകാശങ്ങളുണ്ട്. പലപ്പോഴും ഈ ഉപഭോക്താവിൻ്റെ അവകാശങ്ങൾ കണക്കാക്കിയായിരിക്കില്ല പല ബിസിനസ്സും മുന്നോട്ട് പോകുന്നത്. അത് ചിലപ്പോൾ അവരെ തകർച്ചയിലേക്ക് കൊണ്ടെത്തിക്കുകയും ചെയ്യും. ഇപ്പോൾ ഈ ആലിബാബയുടെ സ്ഥാപകനായ ജാക്മ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, അവരുടെ ബോർഡ് മീറ്റിങ്ങുകൾ അവർ റെക്കോർഡ് ചെയ്ത് വെക്കും. കാരണം അടുത്തത് ആരാണോ വരുന്നത് ആ വ്യക്തിക്ക് ഈ ഒരു പരാജയത്തിൽ നിന്ന് പാഠം പഠിക്കാൻ വേണ്ടിയിട്ടാണ് അത് വീഡിയോ റെക്കോർഡ് ചെയ്ത് വെക്കുന്നതെന്ന്. പലപ്പോഴും ഞാൻ വിചാരിക്കും, ഞാൻ റിലയൻസിൻ്റെ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കുമ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഭാഗമാകുക എന്നൊരു ഫീൽ എനിക്ക് വരണം. പക്ഷെ അത് ഭാഗമാകണമെങ്കിൽ ആ കമ്പനിയുടെ തീരുമാനങ്ങളും ആ കമ്പനിയുടെ പല കാര്യങ്ങളിലും എന്നെ കൂടെ അസോസിയേറ്റ് ചെയ്യിക്കുന്ന ഒരു രീതി വേണം. അസറ്റ് ഹോംസിന് അങ്ങനെ ഒരു രീതിയുണ്ട് എന്ന് എനിക്കറിഞ്ഞു. പലപ്പോഴും ബോർഡ് മീറ്റിങ്ങുകളിൽ ഈ കൺസ്യൂമറിനെ തന്നെ വിളിച്ച് അവരോട് അഭിപ്രായങ്ങൾ തേടുന്ന ഒരു രീതി ഉണ്ടെന്ന് കേട്ടു.
അതായത് നമ്മൾ ഈ ഒരു വളരെ കസ്റ്റമർ സെൻട്രിക് ആയിട്ടുള്ളൊരു ഓർഗനൈസേഷൻ നിർമ്മാണ രംഗത്തില്ല എന്നുള്ള തിരിച്ചറിവിലാണ് 2006 അസിറ്റോംസ് എന്ന് പറയുന്നൊരു സ്ഥാപനം തന്നെ ഉണ്ടാകുന്നത്. അതായത് കസ്റ്റമറുടെ കൂടെ നിൽക്കുകയും കസ്റ്റമറെ തിരിച്ചറിയുകയും കസ്റ്റമറുകളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരു നിർമ്മാണ സ്ഥാപനം കേരളത്തിലില്ല എന്നുള്ള തിരിച്ചറിവാണ് അസിറ്റോംസിൻ്റെ ഉത്ഭവം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ 100% കസ്റ്റമറുടെ ആവശ്യങ്ങളെ മാനിക്കുകയും കസ്റ്റമറെ കൂടെ നിർത്തുകയും ചെയ്യേണ്ട പ്രതിജ്ഞാബദ്ധരാണ്. ഞങ്ങൾ അവരോട് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ 2013 മുതൽ 2014 വരെ ഉള്ള 11 വർഷങ്ങളിൽ ഏകദേശം എനിക്ക് തോന്നുന്നു 100ഓളം ബോർഡ് മീറ്റിങ്ങുകളിൽ അസിറ്റോംസിൻ്റെ കസ്റ്റമർ ബോർഡുകളോടൊപ്പവും സീനിയർ മാനേജ്മെൻറ്റ് ടീം അംഗങ്ങളോടൊപ്പവും എല്ലാ മാസവും ഇരിക്കുന്ന ഒരു സംവിധാനം ഞങ്ങൾ ക്രിയേറ്റ് ചെയ്യാറുണ്ട്. അത് ഞങ്ങൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ഡിഫറെൻറ്റ് ബ്രാഞ്ചുകളിൽ നിന്ന്, ഇപ്പോൾ ഞങ്ങൾക്ക് 9 ബ്രാഞ്ചുകൾ, ഈ 9 ബ്രാഞ്ചുകളിൽ നിന്നുള്ള ഓരോ കസ്റ്റമറെ സെലക്ട് ചെയ്തിട്ട്, അങ്ങനെ സെലക്ട് ചെയ്യുന്ന കസ്റ്റമർ എന്ന് പറഞ്ഞാൽ റാൻഡമായിട്ട് സെലക്ട് ചെയ്യുന്ന കസ്റ്റമർ, നമ്മൾ പിന്നെ നല്ലത് പറയാൻ വേണ്ടി മാത്രമുള്ള കസ്റ്റമറെ വിളിച്ചിട്ട് കാര്യമില്ലല്ലോ. അത്തരം കസ്റ്റമേഴ്സിനെ നമ്മൾ വിളിച്ചു വരുത്തിയിട്ട്, പ്രത്യേകിച്ച് കോവിഡ് പീരീഡിൽ വളരെ സൗകര്യമായിരുന്നു, കാരണം എല്ലാവർക്കും സൂമിൽ വരാം. അപ്പോൾ ഞങ്ങളുടെ ഏകദേശം 25ഓളം വരുന്ന സീനിയർ മാനേജ്മെൻറ്റ് ടീം അംഗങ്ങളും പങ്കെടുക്കുന്ന ഞങ്ങളുടെ മന്ത്ലി മീറ്റിങ്ങുകളിൽ അവസാനത്തെ ദിവസത്തെ അവസാനത്തെ 1 മണിക്കൂർ ഞങ്ങൾ കസ്റ്റമറോടൊപ്പമാണ് ചിലവഴിക്കുന്നത്. അപ്പോൾ എല്ലാ കസ്റ്റമേഴ്സിനും ചിലപ്പോൾ ഒരു പക്ഷേ ഒരു 5 മിനിറ്റ് മുതൽ 10 മിനിറ്റ് വരെ സമയം ഞങ്ങളോട് സംവദിക്കാനായിട്ട് കിട്ടും. അപ്പോൾ അവരുടെ പ്രതീക്ഷകൾ എന്തെല്ലാമായിരുന്നു, അസിറ്റോംസ് അത് നിറവേറ്റിയോ, അത്തരം കാര്യങ്ങളിൽ ആ പ്രോസസ്സിൽ അവർക്ക് ഏതെങ്കിലും രീതിയിലുള്ള തടസ്സങ്ങൾ വന്നോ, അല്ലെങ്കിൽ അവർ പ്രതീക്ഷിച്ചത് ഞങ്ങൾ ഡെലിവറി ചെയ്തത് തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ, എന്താണ് ഞങ്ങളുടെ സൈഡിൽ നിന്ന് ഒരു കസ്റ്റമർക്ക് വേണ്ടി ഇംപ്രൂവൈസ് ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യങ്ങൾക്ക് അവർ ഉത്തരം പറയാറുണ്ട്. അത്തരം ഉത്തരങ്ങൾ യഥാർത്ഥത്തിൽ ഞങ്ങളുടെ അടുത്ത പ്രോജക്റ്റുകളുടെ തീം അതാണ്. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഞങ്ങളുടെ ഈ സീനിയർ മാനേജ്മെൻറ്റ് ടീം മീറ്റിങ്ങുകളിൽ പലപ്പോഴും പല ഡിപ്പാർട്ട്മെൻറ്റുകളും തമ്മിലുള്ള വാദപ്രതിവാദങ്ങളോ ചർച്ചകളോ എല്ലാം ഉണ്ടാവുമല്ലോ. കാരണം പല കാരണങ്ങളും ഡിസ്കസ് ചെയ്യണ്ടാവും. അതിൻ്റെ എല്ലാം അവസാനം ഒരു കസ്റ്റമർ വന്ന് സംസാരിക്കാൻ വരുന്നു എന്ന് പറയുമ്പോൾ ഇതെല്ലാം കസ്റ്റമർ അറിയുന്നില്ലേ എന്നൊരു വലിയ കൺസേൺ കൂടിയുണ്ട്. എന്തുകൊണ്ട് നമ്മുടെ ബോർഡിനകത്ത് സംസാരിക്കേണ്ട കാര്യങ്ങൾ എന്തിനാണ് ഒരു കസ്റ്റമർ കൂടി അറിയുന്നതെന്ന് ചോദിക്കുന്ന ചോദ്യം ആദ്യം ഉണ്ടായിരുന്നു. പക്ഷേ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ കസ്റ്റമർ അറിയേണ്ട കാര്യങ്ങളിലേക്ക് ഞങ്ങളുടെ ചർച്ച എത്തി. അപ്പോൾ 2 രീതിയിലാണ് അത് ഗുണപ്രദം. ഒന്ന്, കസ്റ്റമറിൽ നിന്ന് ഞങ്ങൾക്ക് അറിയാനുള്ള കാര്യങ്ങൾ ലഭ്യമായി. 2, കസ്റ്റമർ അറിയേണ്ട കാര്യങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അത്തരം ഒരു വളരെ ഗുണപ്രദമായിട്ട് കസ്റ്റമറെ എല്ലാ കാര്യങ്ങളിലും, ഇപ്പോൾ പലപ്പോഴും നമ്മുടെ നിർമ്മാണ രംഗത്ത് സൈറ്റിൽ വർക്ക് ചെയ്യുന്ന ആൾ കസ്റ്റമറെ കാണേണ്ട ആവശ്യമില്ല, അവർക്ക് ഡ്രോയിങ്ങും സ്പെസിഫിക്കേഷനും നോക്കിയാൽ എന്ന് പറയും. പക്ഷേ അസറ്റ് ഹോംസിലെ നിർമ്മാണ രംഗത്ത് ഉള്ള സൈറ്റ് സ്റ്റാഫ് കസ്റ്റമറെ തന്നെയാണ്. ഡ്രോയിങ് ഷീറ്റ് നോക്കുമ്പോൾ അതിൽ കസ്റ്റമറുടെ മുഖം കാണാൻ സാധിക്കണം, അപ്പോഴേ ആ റിഫ്ലക്ഷൻ നമുക്ക് കിട്ടുള്ളൂ. അതേപോലെ കസ്റ്റമറെ ഡയറക്റ്റ് ഇൻട്രാക്ട് ചെയ്യാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. പല ആൾക്കാരും കസ്റ്റമറെ ഡയറക്റ്റായിട്ട് ഇൻട്രാക്ട് ചെയ്യാം. അപ്പോൾ ഞങ്ങൾ പറയുന്നൊന്നുള്ളൂ, 2 ടൈപ്പ് സ്റ്റാഫേ ഉള്ളൂ, അല്ലെങ്കിൽ 2 ടൈപ്പ് ടീം മെമ്പേഴ്സേ ഉള്ളൂ. ഒന്ന്, കസ്റ്റമറെ സർവീസ് ചെയ്യുന്നവരും, 2, കസ്റ്റമറെ സർവീസ് ചെയ്യുന്നവരും. കസ്റ്റമറായിട്ട് ഡയറക്റ്റ് ഇൻട്രാക്ട് ചെയ്യുന്ന സെയിൽസ്, കസ്റ്റമർ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റുകളിലുള്ള ആൾക്കാരെ സർവീസ് ചെയ്യുന്നവരാണ് പ്രോജക്റ്റിലും പ്ലാനിങ്ങിലും ഒപ്പം തന്നെ ഫിനാൻസിലെല്ലാം വർക്ക് ചെയ്യുന്നത്. അവരെ ആക്ച്വലി കസ്റ്റമറെ സർവീസ് ചെയ്യാൻ വേണ്ടി സഹായിക്കുകയാണ്. അപ്പോൾ 2 ടൈപ്പ് ടീം മെമ്പേഴ്സേ ഉള്ളൂ. ഒന്ന്, കസ്റ്റമറെ നേരിട്ട് സഹായിക്കുന്നവരും, 2, കസ്റ്റമറെ സഹായിക്കുന്നവരും. അതാണ് ഞങ്ങളുടെ ഒരു തത്വശാസ്ത്രം. അപ്പോൾ ഇത് പറയുമ്പോഴും വേറൊരു വെല്ലുവിളി ഉണ്ടാകുമല്ലോ. കാരണം നമ്മൾ ഈ സ്കൂളിലൊക്കെ പഠിക്കുന്ന കുഞ്ഞുങ്ങളോട് ചോദിക്കുമ്പം അവർക്ക് യൂണിഫോം ഒട്ടും ഇഷ്ടമല്ല. കാരണം എല്ലാവരും ഒരേപോലെ വരുന്നു, എനിക്കൊരു കളർ ഡ്രസ്സ് ഇടാൻ പറ്റുന്നില്ല, അപ്പോൾ എനിക്കിഷ്ടമുള്ള ഡ്രസ്സുണ്ട്, എൻ്റെ പാറ്റേണിലുള്ളതുകൊണ്ട് ഇടാൻ പറ്റുന്നില്ല എന്ന്. അപ്പോൾ ഈ ഫ്ലാറ്റ് നിർമ്മാണത്തിൽ ഇത്തരത്തിലൊരു പ്രശ്നം ഉണ്ടാകാറുണ്ട്. നമ്മളൊരു മാസ് പ്രൊഡക്ഷൻ നടത്തുമ്പം ഓരോ കുടുംബത്തിലല്ലേ ഓരോ യൂണിറ്റിലും താമസിക്കുന്നവർക്ക് അവരുടേതായിട്ടുള്ള കളർ പാറ്റേൺ, അവരുടേതായിട്ടുള്ള സങ്കല്പങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ മാസ് പ്രൊഡക്ഷനിൽ കസ്റ്റമൈസേഷൻ ഒരുപാട് പറ്റില്ല എങ്കിൽ പോലും അങ്ങനെയുള്ളവരുടെ കുഞ്ഞു സ്വപ്നങ്ങളോട് കൂടെ നിൽക്കാറുണ്ടോ? തീർച്ചയായിട്ടും. കാരണം ഇപ്പോൾ ഒരു ഫ്ലോർ കളർ മാറ്റണം, അല്ലെങ്കിൽ പെയിൻറ്റ് കളർ മാറ്റണം, അതല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ വീട്ടിനകത്തൊരു സ്പെസിഫിക്കായിട്ട് ഇന്ന പോലത്തെ ഒരു സാധനം വേണമെന്നൊക്കെ പറയുന്നത് തികച്ചും വ്യക്തിപരമായിട്ടുള്ള ആഗ്രഹങ്ങളാണ്. ഈ ആഗ്രഹങ്ങൾക്കുപരിയായിട്ട് ചില ആവശ്യങ്ങളുണ്ട്. ഇപ്പോൾ ചില വീടുകളിൽ ഇപ്പോൾ നമ്മൾ കാണുന്നുണ്ട്, പേരൻസ് കൂടെ ഉണ്ട്, ചിലപ്പോൾ ഒരു പാരലൈസ്ഡ് ആയിട്ട് ആളുണ്ടാവാം, അതല്ലെങ്കിൽ വീൽ ചെയർ ഉപയോഗിക്കുന്ന ഒരാളുണ്ടാവാം, അതല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ശാരീരിക പ്രശ്നങ്ങളുള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ അവരുടെ ആവശ്യങ്ങൾ കൂടി നമ്മൾ കണക്കിലെടുക്കേണ്ടി വരും. നമ്മൾ പറയുകയാണ് വീൽ ചെയർ കൊണ്ടുപോകുന്ന വീതിയുള്ള ടോയ്ലറ്റ് ഡോർ ഞാൻ പണിത് തരില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദെൻ ഹീ കനോട്ട് ബൈ യുവർ ഫ്ലാറ്റ്. അപ്പോൾ ചിലപ്പോൾ അത്തരം കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കേണ്ടത്. അപ്പോൾ ഇതിന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരാവശ്യം, അത്യാവശ്യം,
അനാവശ്യം എന്ന് പറയുന്ന പോലെ ആഗ്രഹവും അത്യാഗ്രഹവും ഇല്ലേ, അതുപോലെ എന്താണ് റിയലായിട്ട് വേണ്ടത് കസ്റ്റമർക്ക് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാനും അവരെ പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്യാനും നമ്മൾ ചെയ്തിരിക്കുന്നതും അവരുടെ ആവശ്യവും തമ്മിലുള്ള ടെക്നിക്കലായിട്ടുള്ള എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് പറഞ്ഞ് മനസ്സിലാക്കാനും എല്ലാം കഴിയുന്നിടത്ത് കസ്റ്റമർക്കും കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോൾ ഐ തിങ്ക് കസ്റ്റമറുടെയാണ് വീട്, ഞങ്ങളുടെ വീടല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കസ്റ്റമർ ഇൻവോൾവ്മെൻറ്റ് ഉണ്ടാവുന്നത് നല്ലത്. എൻഡ് യൂസേഴ്സാണ് ഇപ്പോൾ ഫ്ലാറ്റുകളെല്ലാം വാങ്ങിക്കുന്നത്, പണ്ടത്തെ പോലെ ഇൻവെസ്റ്റേഴ്സ് അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടേതായ താല്പര്യങ്ങളും അവരുടേതായ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിനോട് പരമാവധി യോജിപ്പിച്ച് നിർത്താൻ കഴിയുകയും അവരുടെ ആഗ്രഹങ്ങളെല്ലാം സമ്മേളിച്ചിരിക്കുന്ന ഒരു പ്ലാൻ ആദ്യമേ തന്നെ കണ്ടെത്താൻ കഴിയുകയും ചെയ്യുന്നിടത്താണ് വിജയം. അപ്പോൾ ഈ പ്രോസസ് വളരെ എളുപ്പവും. നമ്മൾ അതിനൊന്നും പറ്റാത്തൊരു സാധനം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അതിൽ ലോട്ട് ഓഫ് ചേഞ്ചസ്. അപ്പോൾ അതല്ല ആവശ്യം. നമ്മൾ ആദ്യം തന്നെ കസ്റ്റമർ മനസ്സിൽ കാണാൻ സാധിക്കണം. ആ ആവശ്യങ്ങളെല്ലാം മീറ്റ് ചെയ്തപ്പോൾ നമുക്ക് ചെയ്യാമല്ലോ. ഒരു ടോയ്ലറ്റ് ഡോറിന് നമുക്ക് നേരത്തെ തന്നെ വീതി കൂട്ടി വയ്ക്കാമല്ലോ, വീൽ ചെയർ ഉപയോഗിക്കേണ്ടതെന്ന് ഉപയോഗിക്കാമല്ലോ. അപ്പോൾ അതുപോലെ ഒരുപാട് ആവശ്യങ്ങൾ, അതായത് കസ്റ്റമേഴ്സിന് ദൈനംദിന ജീവിതത്തിൽ ആവശ്യമായിട്ട് വരാൻ സാധ്യതയുള്ള അത്തരം കാര്യങ്ങൾ നേരത്തെ തന്നെ മുൻകൂട്ടി കാണാനായിട്ടാണ് നമ്മൾ ശ്രമിക്കുക. ഇപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ദൈവാനുഗ്രഹം ഞങ്ങൾ 7000-ഓളം ത്തിന് മുകളിൽ കസ്റ്റമേഴ്സ് ഉണ്ട് അസറ്റ് ഹോംസിന്. 7000-ന് മുകളിൽ കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാൽ ഏകദേശം 25,000-ന് മുകളിൽ ആൾക്കാർ അസറ്റ് ഹോംസിൻ്റെ ഫ്ലാറ്റുകളിലാണ് രാത്രി ഉറങ്ങുന്നത്. അപ്പോൾ അവരൊക്കെ സമാധാനമായിട്ട് ഉറങ്ങുകയും സമാധാനമായിട്ട് ജീവിക്കുകയും ചെയ്താലേ ഞങ്ങൾക്ക് സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ആ രീതി പഠിച്ചു. ഞങ്ങൾക്കറിയാം, വി നോ എങ്ങനെയാണ് ഒരു കസ്റ്റമറുടെ മനസ്സ് പ്രവർത്തിക്കുന്നത്, എങ്ങനെയാണ് ഒരു കസ്റ്റമറുടെ ആഗ്രഹങ്ങൾ വരുന്നത് എന്നുള്ളതിനെ പറ്റിയുള്ള വ്യക്തമായ ധാരണയോട് കൂടിയിട്ടാണ് നമ്മൾ ഓരോ പ്രോജക്റ്റുകളെയും അപ്രോച്ച് ചെയ്യുന്നത്. ആ പ്രോജക്റ്റുകളിലേക്ക് കസ്റ്റമേഴ്സിനെ കൊണ്ടുവരുന്നത്, അവരുടെ ആഗ്രഹങ്ങളെ സാധിപ്പിച്ചു കൊടുക്കുന്നു. ഇപ്പം ഞാനൊരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടൊരു വീട് വെക്കുമ്പോൾ ഞാനൊരു ആർക്കിടെക്റ്റിനെ കാണുന്നു, എൻ്റെ സ്വപ്നങ്ങൾ പങ്കുവയ്ക്കുന്നു. അപ്പോൾ എനിക്ക് ഒരുപാട് ഓപ്ഷനുണ്ട്. പലപ്പോഴും ഫ്ലാറ്റ് നിർമ്മാണത്തിൽ നമ്മൾ കാണുന്നത് 2 പ്രോസസ്സാണ്. ഒന്ന്, നമ്മൾ ആദ്യമേ പോയി സംസാരിക്കുന്നു, ഇതാണ് യൂണിറ്റ്, ഇതാണ് സ്ക്വയർ ഫീറ്റ്, ഇതാണ് നമ്മൾക്ക് കൈമാറാൻ പോകുമ്പോൾ കൊടുക്കുന്ന തുക, ഓരോ ഘട്ടത്തിൽ ഇത്ര കൊടുക്കണം. അതിനുശേഷം പിന്നെ നമ്മൾ ആ ഫ്ലാറ്റ് കാണുന്നത് ചിലപ്പോൾ ഈ താക്കോല് വാങ്ങിച്ചു കഴിഞ്ഞിട്ടായിരിക്കാം. ഇതിനിടയ്ക്ക് ഈ ഉപഭോക്താവിന് അവിടെ പോയി ഫ്ലാറ്റ് കാണാനോ അല്ലെങ്കിൽ അയാളുടെ ആ ഒരു സങ്കല്പത്തിനനുസരിച്ചാണോ എന്ന് ചിന്തിക്കാനോ, പക്ഷെ എനിക്ക് തോന്നുന്നു അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇങ്ങനെ ആയിരിക്കും എൻ്റെ ഫ്ലാറ്റ് എന്നത് അത് അവരോട് നേരിട്ട് സംസാരിക്കാറുണ്ട് ഈ നിർമ്മാണ ഘട്ടത്തിൽ തന്നെ, അല്ലെങ്കിൽ ഈ വന്ന് സംസാരിക്കുമ്പോൾ അങ്ങനെയുണ്ടോ? ഞങ്ങളുടെ രീതി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നിർമ്മാണത്തിൻ്റെ പല ഘട്ടങ്ങളിൽ 5 ഘട്ടങ്ങളിലാണ് യഥാർത്ഥത്തിൽ. 5 ഘട്ടങ്ങളിൽ ഞങ്ങൾ കസ്റ്റമറെ ടച്ച് പോയിൻ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് ഒരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അതിലൊരുപാട് കസ്റ്റമേഴ്സ് ഉണ്ടാവും. നമ്മളൊരു പ്രീ ബുക്കിംഗ് ആയിട്ടൊക്കെ വന്നിരിക്കുന്നവരും ഇമ്മീഡിയറ്റ് ആയിട്ട് ആദ്യം ബുക്ക് ചെയ്യുന്നവരൊക്കെ ഉണ്ടാവും. ഒരു അനുഗ്രഹം എന്ന് വെച്ചാൽ ഞങ്ങളൊക്കെ സാധാരണ പ്രോജക്റ്റുകൾ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ലോഞ്ച് ചെയ്ത് കല്ലിടുന്ന സമയത്ത് തന്നെ മിനിമം ഒരു 30% ഫ്ലാറ്റ്സ് പലപ്പോഴും വിറ്റ് പോകാറുണ്ട്. പിന്നീട് ഏറ്റവും ദൗർഭാഗ്യകരമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രോജക്റ്റുകളിലൊന്നും തന്നെ റെഡി ടു ഓക്യുപൈ ഫ്ലാറ്റ് കിട്ടാറില്ല. ഒരു ഫ്ലാറ്റ് പോലും ഹാൻഡ് ഓവർ ചെയ്യുന്ന ദിവസം അല്ലെങ്കിൽ ഒരു വീട്ടിൽ ഹൗസ് വാമിങ് നടക്കുന്ന ദിവസം ഒരാൾ കൂടി ഒരു ഫ്ലാറ്റ് വേണമെന്ന് പറഞ്ഞു വരുമ്പോൾ കിട്ടാറില്ല. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ അതിന് ആ സെയിൽസ് വെലോസിറ്റി പലപ്പോഴും വളരെ കൂടുതലാണ്. നേരത്തെ തന്നെ ഫ്ലാറ്റുകൾ വിറ്റ് പോകാറുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വളരെ വ്യക്തമായിട്ടുള്ള കസ്റ്റമർ ടച്ച് പോയിൻറ്റുകൾ ക്രിയേറ്റ് ചെയ്യാറുണ്ട്. ആദ്യത്തെ ടച്ച് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ കല്ലിടുന്ന ദിവസമാണ്. ഈ കല്ലിടുന്ന ദിവസം വരുമ്പോൾ എന്തൊക്കെ ഉണ്ടാവും? നമുക്ക് വ്യക്തമായിട്ടുള്ള പ്ലാൻ ഉണ്ടാവും, ബ്രോഷേഴ്സ് ഉണ്ടാവും, അതിൻ്റെ വാക്ക് ത്രൂ വീഡിയോസ് ഉണ്ടാവും, ഒപ്പം തന്നെ ചിലപ്പോൾ മോഡൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഓരോ ഇൻഡിവിജ്വൽ യൂണിറ്റുകൾ അതിൽ നിന്ന് മനസ്സിലാക്കാവുന്ന രീതിയിലുള്ള ആ രീതിയിലാണല്ലോ ഇപ്പോൾ നമ്മൾ 3D പ്രിൻറ്റിങ് ചെയ്യുന്നത്. അതിന് അത്തരം യൂണിറ്റുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇതെല്ലാം മനസ്സിലാക്കിയിട്ടാണ് കസ്റ്റമർ അവിടെ വന്ന് ഫ്ലാറ്റ് ബുക്ക് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ അത് സൈറ്റിൽ വരുമ്പോൾ എങ്ങനെയാണെന്നാണ് സൈറ്റിലെ ഒരു ഫസ്റ്റ് ടച്ച് പോയിൻ്റ് കല്ലിടൽ ചടങ്ങ്. ഞങ്ങളെല്ലാ ബുക്ക് ചെയ്ത കസ്റ്റമേഴ്സിനെയും ഇത്തരം ചടങ്ങുകൾക്ക് വിളിക്കുകയും ഈ ചടങ്ങിന് വിളിക്കുകയും അവരെ അതിനെ പാർട്ടാക്കുകയും ചെയ്യാറുണ്ട്. ഞങ്ങളുടെ വീടല്ലല്ലോ, അവരാണ് കല്ലിടാറ് പലപ്പോഴും. അപ്പോൾ അതൊരു ഫസ്റ്റ് ടച്ച് പോയിൻ്റ്. സെക്കൻഡ് ടച്ച് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ സാമ്പിൾ യൂണിറ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടുമ്പോഴാണ്. സാമ്പിൾ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണോ നമ്മൾ പ്രോമിസ് ചെയ്തിരിക്കുന്നത് അത് മാത്രമേ എന്തുണ്ടാവുള്ളൂ. ഒരിക്കലും ഞങ്ങൾ സാമ്പിൾ യൂണിറ്റിനകത്ത് ഒരു മോക്കപ്പ് ഫ്ലാറ്റായിട്ട് ചെയ്യാറില്ല. പലരും ചെയ്യുന്നത് ഒരു മോക്കപ്പ് ഫ്ലാറ്റാണ് ക്രിയേറ്റ് ചെയ്യുക. മോക്കപ്പ് ഫ്ലാറ്റിന് അർത്ഥം വെച്ചാൽ ഇങ്ങനെയും ഈ ഫ്ലാറ്റിനെ ഉണ്ടാക്കാം, പക്ഷെ ഞങ്ങൾ തരാൻ പോകണം ഇങ്ങനെയൊന്നുമല്ല എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് നമ്മൾ തരാൻ പോകുന്നത് എന്ന് കാണിക്കുന്നതാണ് സാമ്പിൾ യൂണിറ്റ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ സെക്കൻഡ് ടച്ച് പോയിൻ്റ് വയ്ക്കാറുള്ളത് ഈ സാമ്പിൾ യൂണിറ്റാണ്. ഈ സാമ്പിൾ യൂണിറ്റ് കസ്റ്റമർ കൃത്യമായിട്ട് വന്ന് കാണാനും കസ്റ്റമർ കൃത്യമായിട്ട് വരാൻ പറ്റാത്ത കൃത്യമായിട്ടുള്ള വീഡിയോസ് എടുത്ത് അയച്ചു കൊടുക്കും. വീഡിയോ എന്ന് പറഞ്ഞാൽ വളരെ മൈക്രോ ലെവൽ വീഡിയോ, എല്ലാം സൂം ചെയ്ത് വാഷ് ബേസിനാണെങ്കിലും ടാപ്സ് ആണെങ്കിലും ഒരു ഓവറോൾ വ്യൂയ്ക്ക് പകരം അത് കൃത്യമായിട്ട് അവർ സൈറ്റിൽ വന്ന് കാണുന്നതിനേക്കാട്ടിലും വ്യക്തമായിട്ട് കാണാവുന്ന രീതിയിലുള്ള വീഡിയോ എടുത്തിട്ട് നമ്മൾ ആ വീഡിയോസും ഫോട്ടോസും ഷെയർ ചെയ്യും. തേർഡ് ടച്ച് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഇതേ യൂണിറ്റ് ഒരു ഫുള്ളി ഫർണിഷ്ഡ് ആയിട്ടുള്ള ഇൻറ്റീരിയേഴ്സോട് കൂടിയിട്ടുള്ള യൂണിറ്റായിട്ട് നമ്മൾ കാണിക്കും. അപ്പോൾ ഒരു മൂന്നാമത് കാണുകയാണ് ആ ഫ്ലാറ്റ് ബെയറായിട്ട് കണ്ടത് എങ്ങനെയാണ്, അത് ഫർണിഷ് ചെയ്ത് കഴിയുമ്പോൾ എങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ തേർഡ് ടച്ച് പോയിൻ്റായി. അപ്പോൾ കസ്റ്റമർക്ക് വീണ്ടും തൻ്റെ വീടിനെ പറ്റിയുള്ള സംശയങ്ങൾ ദൂരീകരിക്കപ്പെടുകയാണ്. നാലാമത്തെ ടച്ച് പോയിൻ്റ് എന്ന് പറയുന്നത് ഞങ്ങൾ പ്രോജക്റ്റിലെ അവസാനത്തെ കോൺക്രീറ്റ് ദിവസം ഞങ്ങൾ കസ്റ്റമേഴ്സിന് വിളിക്കാറുണ്ട്.
അതൊരു ചടങ്ങെന്നുള്ള നിലയ്ക്ക് നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ സൈറ്റിൽ വർക്ക് ചെയ്യുന്ന ഹെൽപ്പേഴ്സ് അങ്ങനെയുള്ള ആൾക്കാരെല്ലാവരും ചേർന്നിട്ട് ആ ലാസ്റ്റ് കോൺക്രീറ്റ് ആ പ്രോഗ്രാമിന് നമ്മൾ കസ്റ്റമേഴ്സിനെ വിളിക്കാറുണ്ട്. സോ ദേ ഗെറ്റ് അനദർ പോയിന്റ് ടു ഇൻട്രാക്ട്. ഇവിടെ കസ്റ്റമർ കാണുന്നത് വീട് മാത്രമല്ല, കസ്റ്റമർ തൻ്റെ സൊസൈറ്റിയെ കൂടെ കാണുകയാണ്, തൻ്റെ അയൽവക്കാരെ പരിചയപ്പെടുകയാണ്, തൻ്റെ കൂടെ താമസിക്കാൻ പറ്റുന്ന ആൾക്കാരെ പരിചയപ്പെടുകയാണ്, തൻ്റെ കമ്മ്യൂണിറ്റിയെ പരിചയപ്പെടുകയാണ്. അപ്പോൾ ആക്ച്വലി നമ്മൾ ചെയ്യുന്ന നമ്മളൊരു കമ്മ്യൂണിറ്റി ലിവിങ് എന്ന് പറയുമ്പോൾ ഒരു വീട് പണിത് കൊടുത്ത് താക്കോൽ കൊടുക്കുന്നതിനപ്പുറത്ത് വി ആർ ക്രിയേറ്റിംഗ് എ കമ്മ്യൂണിറ്റി, റൈറ്റ്? അപ്പോൾ ആ കമ്മ്യൂണിറ്റിയിലേക്ക് വരുന്ന ആൾക്കാർ തമ്മിൽ കാണാനും ഇൻട്രാക്ട് ചെയ്യാനും അവർ തമ്മിൽ പരിചയപ്പെടാനുള്ള അന്തരീക്ഷം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. നമ്മളിവരെ മാറ്റി നിർത്താൻ ശ്രമിക്കുമ്പോഴും കാണാതിരിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഇവരന്വേഷിച്ച് പോകാൻ തുടങ്ങുന്നത്. അപ്പോൾ എന്ത് പറ്റും? ചിലപ്പോൾ അനാവശ്യമായുള്ള സംശയങ്ങൾ അങ്ങോട്ടും പങ്കുവയ്ക്കപ്പെടും, അനാവശ്യമുള്ള പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യപ്പെടും. ഇവിടെ അതൊന്നുമില്ല, ഇവിടെ വളരെ ട്രാൻസ്പെറൻ്റ് ആണ്. നമുക്ക് പരസ്പരം കാണാനുള്ള വേദി നമ്മൾ കൊടുക്കുന്നുണ്ട്. അവസാനത്തെ ടച്ച് പോയിൻ്റ് എന്ന് പറയുന്നത് നമ്മളുടെ പ്രോജക്റ്റിൻ്റെ ഹാൻഡിങ് ഓവറാണ്. ഈ 5-ാമത്തെ ദിവസം പോയിൻ്റ് വരുമ്പോൾ അവർക്ക് തന്നെ അറിയാം എന്താണ് അവിടെ കാണാൻ പോകുന്നതെന്നുള്ള യാതൊരു രഹസ്യവും അതിനതില്ല. അവിടെ വരാൻ അപ്പോൾ ഒരുപാട് നിർദ്ദേശങ്ങൾ ഞങ്ങൾക്ക് കിട്ടും. ഈ എന്താ പറയുക, അവസാനത്തെ കോൺട്രീറ്റിനോ സാമ്പിൾ യൂണിനോ വരുമ്പോൾ പല ആൾക്കാരും പല നിർദ്ദേശങ്ങൾ പറയും. പലതും ഞങ്ങൾ അറിയാത്തത്, ഞങ്ങൾ കാണാത്തത്, ഞങ്ങൾ കേൾക്കാത്തതുള്ളതിനായിരിക്കും. പലതും ഞങ്ങൾക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതായിരിക്കും. പക്ഷേ അപ്പോഴും ഞങ്ങളതിനൊരു ചെവി കൊടുക്കാറുണ്ട്. കാരണം എന്ന് വെച്ചാൽ ചിലതെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കുമ്പോൾ, ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ ആ കാര്യങ്ങൾ ആ വീട് അവരുടെയായിട്ട് മാറ്റും. ഞങ്ങൾ പണിത് കൊടുത്തൊരു സാധനമല്ല, അവരുടെ വീടായിട്ടത് മാറും. അപ്പോൾ ഇങ്ങനൊരു പ്രോസസ്സിൽ അവസാനത്തെ ദിവസം നമ്മൾ ഹാൻഡ് ഓവർ ചെയ്യുമ്പോൾ ഞങ്ങളൊരു നോട്ട് കൊടുക്കാറുണ്ട്. എന്താണ് ഞങ്ങൾ പ്രോമിസ് ചെയ്തത്, എന്താണ് ഞങ്ങൾ ഡെലിവറി ചെയ്തത്. അപ്പോൾ ഞങ്ങൾ പ്രോമിസ് ചെയ്യുന്നതിനേക്കാളും കൂടുതലായിട്ട് എല്ലാ പ്രൊജക്റ്റുകളിലും ഒരു 5-6 കാര്യങ്ങളെങ്കിലും ഉണ്ടാവും. കാരണം വി മേ ഗെറ്റ് സം സ്മോൾ സ്പേസ്. അപ്പോൾ ചിലപ്പോൾ നമ്മളവിടെ ഒരു റീഡിംഗ് റൂം ക്രിയേറ്റ് ചെയ്യും. ചിലപ്പോൾ നമുക്കൊരു ചില പ്രൊജക്റ്റുകളിൽ ഞങ്ങൾ പറയാതെ തന്നെ ഞങ്ങൾ എന്താ പറയുക ഫിലിം വാച്ച് ചെയ്യാനായിട്ടുള്ള മൂവി തിയേറ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്തേക്കുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ നമുക്ക് അങ്ങനത്തെ ഒരു സ്പേസ് അവൈലബിളായി വന്നപ്പോൾ, അല്ലെങ്കിൽ നമുക്ക് അങ്ങനത്തെ ഒരു റിക്വയർമെൻറ്റ് കസ്റ്റമേഴ്സിനുണ്ടെന്ന് മനസ്സിലായപ്പോൾ അത്തരം കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുകയാണ്. അപ്പോൾ ഇത്തരം പ്രോമിസ് ചെയ്യപ്പെടാതെ ഡെലിവറി ചെയ്യപ്പെടുന്ന ഒരുപാട് കാര്യങ്ങളെ പറ്റിയുള്ള ഒരു അവയർനെസ്സും കൂടെ കസ്റ്റമർക്ക് അവസാന ദിവസം കിട്ടും. ഇത്തരം ടച്ച് പോയിൻറ്റുകൾ, ശക്തമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, ശക്തമായിട്ടുള്ള ടച്ച് പോയിൻറ്റുകളാണ് ശരിക്കും പറഞ്ഞാൽ പ്രോജക്റ്റ് കസ്റ്റമറുടെ ആയിട്ട് മാറ്റുന്നത്. ഞങ്ങൾ സാധാരണ ബിൽഡേഴ്സിൽ വ്യത്യസ്തമായിട്ട് എല്ലാ 15 ദിവസം കൂടുമ്പോഴും ഞങ്ങൾ പ്രോജക്റ്റിൻ്റെ പ്രോഗ്രസ് വീഡിയോ ആണ് അയച്ചു കൊടുക്കുന്നത്. ഞങ്ങൾ ഫോട്ടോയിലെടുത്ത് അയച്ചു കൊടുക്കാറുണ്ട്. ഞങ്ങൾ പ്രോഗ്രസിൻ്റെ നിയമം പറയുന്നത് ഫോട്ടോ അയച്ചു കൊടുക്കാൻ പറയുന്നുള്ളൂ. ഞങ്ങൾ പ്രോഗ്രസ് വീഡിയോ ആണ് അയച്ചു. അപ്പോൾ വീഡിയോ അയക്കുമ്പോൾ അഡ്വാൻറ്റേജ് വെച്ചാൽ അവർ ശരിക്കും കാണുകയാണ് സൈറ്റുകളെ. ഇപ്പോൾ തിരുവനന്തപുരത്ത് ഞങ്ങൾ ചെയ്യാൻ പോകുന്ന പ്രോജക്റ്റ് ഞങ്ങൾ ആക്ച്വലി ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് വെച്ചാൽ ഞങ്ങൾ ആ സൈറ്റ് വിൽ ബി ഓൺ ക്യാമറ. ആ ക്യാമറ കൺട്രോളിൻ്റെ പാസ്വേഡ് നമ്മൾ കസ്റ്റമേഴ്സ് കൊടുക്കാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ കസ്റ്റമർക്ക് ലൈവായിട്ട് സൈറ്റ് കാണാം. ഇതിനകത്ത് ചിലപ്പോൾ പക്ഷേ കസ്റ്റമർ പറയും നിങ്ങളുടെ സൈറ്റിൽ സേഫ്റ്റി 100% കറക്റ്റായിട്ടുള്ള ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഞാനൊരു കസ്റ്റമർ ഒരു സ്റ്റാഫ് ഒരു എംപ്ലോയി അവിടെ വർക്ക് ചെയ്യുമ്പോൾ ഹെൽമെറ്റ് ഇല്ലാണ്ട് കണ്ടു എന്നൊക്കെ ചിലപ്പോൾ പറഞ്ഞേക്കാം. പക്ഷെ അതൊരു കുറ്റപ്പെടുത്തലല്ല. അത് അവർ നമ്മുടെ ഒരു ഇടയ്ക്ക് നമ്മൾ ചെയ്യണം. അതായത് നമ്മളോട് പറയുകയാണ് ഇങ്ങനെ ഒരു കുഴപ്പം നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടാകുന്നുണ്ട്, നിങ്ങളത് കറക്റ്റ് ചെയ്യണമെന്ന് നമ്മളോട് പറയുന്നതായിട്ട് നമ്മൾ കണക്കാക്കിയാൽ മതി. അപ്പോൾ അത്തരം ഒരു ധൈര്യം, അതായത് എൻ്റെ സൈറ്റ് നിങ്ങൾ കണ്ടോളൂ എന്ന് പറയാനുള്ള ധൈര്യം കാണിക്കാൻ പോകണം. നിങ്ങൾ 24 മണിക്കൂറും യു ക്യാൻ വാച്ച് യുവർ സൈറ്റ് കണ്ടുകൊണ്ടിരിക്കാം. നിങ്ങളുടെ വീട്ടിൽ ഫ്ലോർ ചെയ്യാൻ നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കാം. നിങ്ങളവിടെ വരണ്ട, യു ക്യാൻ വാച്ച്. അതിനുള്ള സൗകര്യം നമ്മൾ ചെയ്യുമ്പോൾ അപ്പോൾ അതൊരു പുതിയൊരു ചൂടുവയ്പ്പായിരിക്കും. എനിക്ക് തോന്നുന്നു ഇപ്പോൾ പോലും പല ബിൽഡർമാരും ഈ വീഡിയോ ഒന്നും അയച്ചു കൊടുക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തു കൊടുത്താൽ ഞങ്ങൾക്ക് തിരിച്ചൊരു കാര്യം കിട്ടും. എന്താ അറിയാമോ, ഈ ഫ്ലാറ്റിൻ്റെ കീ ഹാൻഡ് ഓവർ ചെയ്യുമ്പോൾ ഈ കസ്റ്റമർ ഞങ്ങൾക്കൊരു ടെസ്റ്റിമണി തരും. അസറ്റ് ഹോംസിൻ്റെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ 1000കണക്കിന് കസ്റ്റമേഴ്സിൻ്റെ ആഹ്ലാദകരമായിട്ടുള്ള ടെസ്റ്റിമണീസ് കാണാം. ആ വീട് വാങ്ങിച്ചപ്പോൾ അവർക്കുണ്ടായ എക്സ്പീരിയൻസ്, അവരെന്തുകൊണ്ടാണ് വീണ്ടും അസറ്റ് ഹോംസിലേക്ക് വരും, എന്തായിരുന്നു അവരുടെ യുണീക്കായിട്ടുള്ള എക്സ്പീരിയൻസ്, ഇതെല്ലാം വിശദീകരിക്കുന്ന വളരെ കൃത്യമായിട്ടുള്ള വീഡിയോസ് ഞങ്ങളുടെ വെബ്സൈറ്റിൽ കാണാം. ഇത് ഞങ്ങളവരെ കൊണ്ട് പറയിപ്പിക്കണമല്ല. ഞങ്ങളവരോട് പറയും ഇങ്ങനെ ഒരു അവസരമുണ്ട് എന്ന് പറയുമ്പോൾ അവർ ആഹ്ലാദത്തോടു കൂടി ഞങ്ങൾക്ക് ചെയ്തു തരുന്നതാണ്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഏറ്റവും വലിയ ബ്രാൻഡ് അംബാസഡർ പൃഥ്വിരാജല്ല. ഞങ്ങളുടെ ഏറ്റവും വലിയ ബ്രാൻഡ് അംബാസഡർ ഞങ്ങളുടെ കസ്റ്റമേഴ്സാണ്. ഞങ്ങളുടെ ഏറ്റവും വലിയ ബ്രാൻഡ് അംബാസഡർ ആശാ ശരത്തല്ല. ഞങ്ങളുടെ ഏറ്റവും വലിയ ബ്രാൻഡ് അംബാസഡർ ഞങ്ങളുടെ കസ്റ്റമേഴ്സാണ്. ആ കസ്റ്റമേഴ്സിൻ്റെ ബ്രാൻഡ് അംബാസഡേഴ്സ് എങ്ങനെയാവുന്നു അതുപോലെ തന്നെ ഞങ്ങളുടെ കസ്റ്റമേഴ്സാണ് ഇവരും. അതുകൊണ്ട് തന്നെ പൃഥ്വിരാജും ആശാ ശരത്തും ഞങ്ങളുടെ 1000കണക്കിന് കസ്റ്റമേഴ്സിൽ 7000ഓളം കസ്റ്റമേഴ്സിൽ 2 ആൾക്കാർ മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് വളരെ കൃത്യമായിട്ട് വളരെ ധൈര്യത്തോടുകൂടി ഞങ്ങൾക്ക് പറയാൻ കഴിയും, നിങ്ങൾക്ക് ഈ 7000 കസ്റ്റമേഴ്സിനോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഫ്ലാറ്റ് മേടിക്കാം. അല്ലെങ്കിൽ അസറ്റ് ഹോംസായിട്ട് ജോയിൻ വെഞ്ചർ ചെയ്ത 100 കണക്കിന് ലാൻഡ് ലോഡ്സായിട്ട് ചോദിച്ചിട്ട് നിങ്ങൾക്ക് ജോയിൻ വെഞ്ചർ ചെയ്യാം. കാരണം അവരാരും തന്നെ ഞങ്ങൾ ചെയ്ത രീതിയോ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന രീതിയോ തെറ്റാണെന്ന് പറയില്ല.
കാരണം അത് ഇൻഡസ്ട്രി ഇന്ന് കൊടുത്തുകൊണ്ടിരിക്കുന്നതിനേക്കാളും ഉപരിയാണ്. എന്താണോ ഇന്നത്തെ കാലത്ത് ഇൻഡസ്ട്രി കൊടുത്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ എന്താണോ ഇന്നത്തെ കാലത്ത് സ്റ്റാറ്റ്യൂട്ടറി ആയിട്ട് ഗവൺമെൻറ് ഡിമാൻഡ് ചെയ്യുന്നത്, അതിനൊരു പടി മുകളിൽ ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. ആ ഒരു പടി മുകളിൽ നിൽക്കാൻ ഞങ്ങൾ എപ്പോഴും ശ്രമിക്കും. കാരണം ററ വരുന്നതിന് മുമ്പ് തന്നെ, റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റി വരുന്നതിന് മുമ്പ് തന്നെ കാർപ്പറ്റ് ഏരിയയിൽ ഫ്ലാറ്റ് വിട്ടുകൊണ്ടിരുന്ന ആൾക്കാരാണ് ഞങ്ങൾ. ററ വരുന്നതിന് മുമ്പ് തന്നെ ററ ഇൻസിസ്റ്റ് ചെയ്യുന്ന പല കാര്യങ്ങളും ഇംപ്ലിമെൻ്റ് ചെയ്ത ആൾക്കാരാണ് ഞങ്ങൾ. അപ്പോൾ അതുകൊണ്ട് ററ വന്നപ്പോൾ ഞങ്ങളുടെ ചലഞ്ചിന് ററയ്ക്ക് അപ്പുറം എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ ററയ്ക്ക് അപ്പുറം ചെയ്യാവുന്ന കാര്യങ്ങളിലേക്കാണ് ഇപ്പോൾ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഡെഫിനറ്റ്ലി വിൽ ഡു ദാറ്റ്. അതെപ്പോഴും ഒരു കസ്റ്റമർ സെൻട്രിക് ആയിരിക്കും, ഞങ്ങളുടെ പാർട്ട്ണർ സെൻട്രിക് ആയിരിക്കും. പാർട്ണർ സെൻട്രിക് ഞങ്ങളുമായിട്ട് ജോയിൻ വെഞ്ചർ ചെയ്യുന്ന ആൾക്കാരായിട്ട് സെൻട്രിക് ആയിരിക്കും, ഞങ്ങളുടെ നെയ്ബർഹുഡായിട്ട് സെൻട്രിക് ആയിരിക്കും, സൊസൈറ്റിയായിട്ട് സെൻട്രിക് ആയിരിക്കും. അപ്പോൾ വി വിൽ ബി റെസ്പോൺസിബിൾ ടു ഓൾ ഓഫ് ദീസ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്. ഈ പറയുന്ന എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സായിട്ടും റെസ്പോൺസിബിൾ ആയിരിക്കുക എന്നുള്ളതാണ് ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം. ഇപ്പോൾ ഈ ബ്രാൻഡ് അംബാസിഡറിൻ്റെ കാര്യം പറഞ്ഞതുകൊണ്ട് പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നത്, സാധാരണഗതിയിൽ ഈ പരസ്യങ്ങളിലൊക്കെ അഭിനയിക്കുന്നവർ അല്ലെങ്കിൽ പരസ്യങ്ങളിലൊക്കെ ഓരോ കാര്യങ്ങൾ ജനങ്ങളോട് പറയുന്നവർ പലപ്പോഴും ആ പ്രോഡക്റ്റ് യൂസ് ചെയ്യാറില്ല. ഇപ്പം ഞാനൊരു കഥ കേട്ടിട്ടുണ്ട്, ഒരു സിനിമാ താരം ഒരു സോപ്പിൻ്റെ പരസ്യത്തിന് ചെന്നപ്പോൾ ആ പരസ്യ സമയത്ത് ആ സോപ്പ് ഒന്ന് തേക്കണമെന്ന് പറഞ്ഞപ്പം ഞാനിത് ചെയ്യണോ, നിങ്ങൾക്ക് ഡമ്മി വെച്ചിട്ട് അത് മാറ്റിക്കൂടെ എന്ന് ചോദിച്ചിട്ടുണ്ടെന്ന്. കാരണം എൻ്റെ സ്കിൻ അത്രയും പ്രാധാന്യം അർഹിക്കുന്നത്, അവർക്ക് അതിനെക്കുറിച്ച് ഉറപ്പില്ല. പക്ഷേ പൃഥ്വിരാജ് അസറ്റിൻ്റെ ഫ്ലാറ്റിൽ തന്നെയാണ് താമസിക്കുന്നത് എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ബ്രാൻഡ് അംബാസിഡർ അത് യൂസ് ചെയ്യുന്ന ആ ഒരു കോൺസെപ്റ്റ് അത് നമ്മൾ പറഞ്ഞിട്ടായിരിക്കണമെന്നില്ലല്ലോ. ചിലപ്പോൾ പൃഥ്വിരാജ് സ്വന്തം നിലയിൽ താമസിക്കുന്നതാവാം. പൃഥ്വിരാജ് താമസിക്കുന്ന അപ്പുറത്ത് ഞാനതിനൊരു കുറച്ചുകൂടെ നല്ല വിശദീകരണം തരാം. കാരണം നമ്മൾ ഈ പരസ്യങ്ങൾ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പ്രൊഡക്റ്റ് മറ്റുള്ളവരിലേക്ക് ആകർഷിക്കാനും അവരെ നമ്മളിലേക്ക് കസ്റ്റമേഴ്സ് ആക്കാനുമാണല്ലോ. അസറ്റ് ഹോംസ് കഴിഞ്ഞ വർഷം റിലീസ് ചെയ്ത പരസ്യത്തിൽ 7 ക്യാരക്ടേഴ്സ് ഉണ്ടായിരുന്നത്. അതിൽ 6 ക്യാരക്ടേഴ്സും അസറ്റ് ഹോംസിൻ്റെ ഫ്ലാറ്റ് വാങ്ങിച്ച ആൾക്കാരായിരുന്നു. ഞങ്ങളെന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ കസ്റ്റമേഴ്സിനോട് ചോദിച്ചത്, അസറ്റ് ഹോംസിൻ്റെ ഒരു പ്രൊഡക്റ്റ് എൻഡോഴ്സ് ചെയ്യാൻ, ആ പ്രൊഡക്റ്റ് നല്ലതാണെന്ന് പറയുന്ന ഒരു പരസ്യത്തിൽ അഭിനയിക്കാനായിട്ട് താല്പര്യമുള്ള അസറ്റ് ഹോംസിൻ്റെ കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിൽ, അസറ്റ് ഹോംസ് താമസിക്കുന്ന ഞങ്ങളുടെ കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിൽ യു ക്യാൻ അപ്ലൈ എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ടെസ്റ്റ് നടത്തേണ്ടി വന്നു ആൾക്കാരെ വെച്ചിട്ട്. അത്രയധികം ആപ്ലിക്കേഷൻ വന്നത്. അപ്പോൾ പിന്നെ ആ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഒരു ആർട്ട് ഡയറക്ടറുടെ പ്രൊഡക്റ്റാണ്. അപ്പോൾ ആ ഡയറക്ടർക്ക് ആവശ്യമായിട്ടുള്ള ക്യാരക്ടേഴ്സിന് എന്നിട്ട് ഞങ്ങളത് സെലക്ട് ചെയ്തത്. ആ പരസ്യം നിങ്ങളുടെയൊക്കെ ചാനലിൽ ഓടിക്കൊണ്ടിരുന്നതാണ്. അതിൽ അഭിനയിച്ചിരിക്കുന്ന ആൾക്കാരെല്ലാം റിയൽ കസ്റ്റമേഴ്സാണ്. അത് ആ പരസ്യത്തിൽ മുഴുവൻ ആൾക്കാരും അസറ്റ് ഹോംസിൻ്റെ റിയൽ കസ്റ്റമേഴ്സാണ്. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഒരു പക്ഷേ കസ്റ്റമേഴ്സിനെ കൊണ്ട് അഭിനയിപ്പിച്ച, അല്ലെങ്കിൽ കസ്റ്റമേഴ്സിനെ കൊണ്ട് ഇത്തരം ഒരു പരസ്യത്തിൽ അഭിനയിപ്പിച്ചാൽ കേരളത്തിൽ അല്ലെങ്കിൽ ലോകത്തിലെ ആദ്യത്തെ ബിൽഡർ ഞങ്ങളായിരിക്കും. ഞങ്ങളുടെ കസ്റ്റമർ സെൻട്രിക് ആയിട്ടുള്ള ആക്ടിവിറ്റിയുടെ മറ്റൊരു കാര്യം പറഞ്ഞാൽ ഞങ്ങൾക്കൊരു ഇൻ്റർനെറ്റ് റേഡിയോ ഉണ്ട്. എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6 മണി മുതൽ 10 മണി വരെ ആ റേഡിയോ ആക്റ്റീവ് ആയിരിക്കും. ആ സമയത്ത് അസറ്റ് ഹോംസിൻ്റെ ഫ്ലാറ്റുകളിൽ താമസിക്കുന്ന ആൾക്കാർക്ക്, അവിടെ വാടകയ്ക്ക് താമസിക്കുന്ന ആൾക്കാർക്ക്, അസറ്റ് ഹോംസിൻ്റെ ടീം മെമ്പേഴ്സിന്, ഞങ്ങളുടെ വെണ്ടേഴ്സിന്, ഞങ്ങളുടെ സപ്ലയേഴ്സിന്, ഞങ്ങളുടെ കോൺട്രാക്ടർമാർക്കെല്ലാം ഇതിൽ പ്രോഗ്രാം അവതരിപ്പിക്കാം. വൈകുന്നേരം 6 മണി തൊട്ട് 9 മണി വരെയുള്ള പാട്ട് പാടുന്ന അവസരത്തിൽ എനിക്ക് തോന്നുന്നു അസറ്റ് ഹോംസിൽ ഒരുപാട് കസ്റ്റമേഴ്സ് സല്ലാവ് എന്ന് പറയുന്ന ഞങ്ങളുടെ ഇൻ്റർനെറ്റ് റേഡിയോയിലൊന്ന് പാട്ട് പാടുന്നുണ്ട്. ഇത് ഞാൻ പറഞ്ഞ പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ, കസ്റ്റമർ പാട്ട് പാടുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ കസ്റ്റമർ ഞങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ്. ഞങ്ങളുടെ പ്രൊഡക്റ്റും ഞങ്ങളുടെ സർവീസും അവർക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ട്, അല്ലെങ്കിൽ ഒരു കസ്റ്റമർ ഒന്നും പാട്ട് പാടാൻ വരുമൊന്നുമില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് കസ്റ്റമേഴ്സ് ഞങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് കസ്റ്റമേഴ്സ് ഞങ്ങളെ എൻഡോഴ്സ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, അതിനുള്ള വ്യക്തമായിട്ട് ഉത്തരം എന്ന് പറയുന്നത്, ഞങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഇഷ്ടികയും സിമെൻറ്റും കൊണ്ടൊരു വീടുണ്ടാക്കി കൊടുക്കുകയല്ല ചെയ്യുന്നത്. ഞങ്ങൾ അവർക്ക് താമസിക്കാനുള്ളൊരു കമ്മ്യൂണിറ്റി ലിവിങ്ങിനെ പറ്റിയ എൻവയോൺമെൻറ്റ് ഞങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ആ എൻവയോൺമെൻറ്റ് ക്രിയേഷൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ പരിസ്ഥിതിയോടും സമൂഹത്തോടും കസ്റ്റമേഴ്സിനോടും എല്ലാം റെസ്പോൺസിബിൾ ആയിരിക്കാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അസറ്റ് ഹോംസിൻ്റെ ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് ഞങ്ങളുടെ ബിയോണ്ട് സ്ക്വയർ ഫീറ്റ് എന്നൊരു ടോക്ക് സീരീസ് ഉണ്ട്. ഈ ടോക്ക് സീരീസ് ലോക ജലദിനത്തിനെന്നും, ലോക പാർപ്പിട ദിനത്തിനെന്നും, ലോക പരിസ്ഥിതി ദിനത്തിനെന്നും ഞങ്ങളുടെ കസ്റ്റമേഴ്സിനെയും ഞങ്ങളോട് അടുപ്പമുള്ളവരും ഞങ്ങളുടെ വെൽവിഷേഴ്സിനെയും വിളിച്ചിട്ട് ലോക പ്രശസ്തരായിട്ടുള്ള ഇത്തരം മേഖലകളിൽ പ്രവർത്തിക്കുന്ന വ്യക്തികളെ കൊണ്ട് ഞങ്ങൾ സംഭാഷണങ്ങൾ സംഘടിപ്പിക്കാറുണ്ട്. 27ാമത്തെ ടോക്ക് ഷോ, ഈ സീരീസിൽ 27ാമത്തെ ടോക്ക് ഷോ ഈ ലോക ജലദിനത്തിനെന്ന് മാർച്ച് 22-ാം തീയതി തിരുവനന്തപുരത്ത് നടക്കുന്നുണ്ട്. അവിടെ പ്രശസ്ത ഈ വാട്ടറുമായി ബന്ധപ്പെട്ട, അതായത് വാട്ടർ കൺസർവേഷനുമായി ബന്ധപ്പെട്ട മേഖലയിൽ റിസർച്ച് നടത്തുകയും അതിൽ വളരെ പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുമായിട്ട് ഡോക്ടർ സുഭാഷ് ചന്ദ്രബോസ് എന്ന് പറയുന്ന വ്യക്തി അതിൽ സംസാരിക്കാൻ വരുന്നുണ്ട്.
ആർക്കിടെക്ട് ശങ്കർ, പത്മശ്രീ ആർക്കിടെക്ട് ശങ്കറാണ് ആ പ്രോഗ്രാം അന്ന് അവിടെ എന്താ പറയുക ഫോർവേഡ് ചെയ്യുന്നത്. അദ്ദേഹമാണത് അവതരിപ്പിക്കുന്ന ആ പ്രോഗ്രാം. അപ്പോൾ ഇതെല്ലാം ഞങ്ങൾ ചെയ്യുന്നത് ആത്യന്തികമായിട്ട് ബോധവൽക്കരണത്തിനും കസ്റ്റമേഴ്സിനെ ഉത്ബോധിപ്പിക്കാനും അവരെ ഗൈഡ് ചെയ്യാനും അവരെ കൂടെ നിർത്താനും അവരെ നല്ല ജീവിതം നയിക്കാനായിട്ട് പ്രേരിപ്പിക്കാനൊക്കെയാണ്. അപ്പോൾ ആ പ്രവർത്തനങ്ങൾ ഞങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഞങ്ങളുടെ ബിസിനസ് നടക്കും. ഇപ്പം നമ്മുടെ ലൈഫിന് ഓരോ ഘട്ടങ്ങളുണ്ട്. അപ്പോൾ ഞാൻ കുട്ടിയായിരിക്കുമ്പോൾ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങളല്ല, ഉപയോഗിക്കുന്ന സാധനങ്ങളല്ല, ഞാനൊരു ടീനേജിലേക്ക് പോകുമ്പോൾ, പിന്നീട് ഒരു യുവതിയാവുമ്പോൾ അത് വീണ്ടും എൻ്റെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ഒക്കെ മാറും. പിന്നീട് കുറച്ചുകൂടെ പ്രായമാകുമ്പോൾ അങ്ങനെ നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനം വരെ നമ്മൾ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ, നമ്മളുടെ ചിന്തകൾ, നമ്മളുടെ ഇഷ്ടങ്ങളൊക്കെ മാറിക്കൊണ്ടിരിക്കുക. പക്ഷേ പലപ്പോഴും നമ്മൾ കണ്ടുവരുന്നത് വീട് മാത്രം മാറുന്നില്ല. നമ്മളൊരു പെർമനൻറ്റ് വീട് വെക്കുന്നു, ഓരോ ഏജ് ഗ്രൂപ്പിലുള്ളവരുടെയും താല്പര്യമൊന്നും അതിൽ കാണുന്നില്ല. പക്ഷേ അസറ്റ് ഹോംസിൻ്റെ ഒരു ലൈഫ് സൈക്കിൾ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്, അതിൽ സെൽഫി എന്ന് പറയുന്ന യുവാക്കൾക്ക് വേണ്ടിയിട്ടുള്ള അവരുടെ സൗകര്യങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ടുണ്ട്. അതുപോലെ തന്നെ ഒരു സീനിയർ ലിവിങ്, ഡൗൺ ടു എർത്ത് എന്ന് പറയുന്ന മറ്റൊരു കോൺസെപ്റ്റ്. അപ്പോൾ ഈ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും ഈ പറയുന്നത് പോലെ വീടിനും ഒരു കസ്റ്റമൈസേഷൻ ആവശ്യമുണ്ട് എന്നുള്ളൊരു ആശയത്തിൽ നിന്നാണോ അതിലേക്ക് എത്തിയത്? വീടിൻ്റെ കസ്റ്റമൈസേഷൻ അല്ല, നമ്മൾ പുറം രാജ്യങ്ങളിൽ നോക്കിക്കഴിഞ്ഞാലേ ഈ സോഷ്യൽ ലൈഫ് അല്ലെങ്കിൽ മനുഷ്യൻ്റെ ഒരു സാമൂഹ്യ ജീവിതം എന്ന് പറയുന്നത് അച്ഛൻ്റെയും അമ്മയുടെയും പേരൻസിൻ്റെയും കൂടെ ഉള്ളത് 17 വയസ്സ് വരെ ഉള്ളൂ. അത് കഴിയുമ്പോൾ അവരവരുടേതായ രീതിയിലേക്ക് മാറും. ഇപ്പോൾ നമ്മുടെ നാട്ടിലും അങ്ങനെയൊക്കെ തന്നെ 17 വയസ്സ് കഴിയുമ്പോൾ കുട്ടികൾ പഠിക്കാനായിട്ട് പോവുകയാണ്. മിക്കവാറും അപ്പോഴാണ് അവരുടെ ഹോസ്റ്റൽ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അന്നാണ് അവർ ആദ്യമായിട്ട് പരിചയമില്ലാത്ത ഒരാളുടെ കൂടെ ഒരു മുറി ഷെയർ ചെയ്യുന്നത്. അന്നാണ് അവർ പരിചയമില്ലാത്ത ആൾക്കാരോട് ടോയ്ലറ്റ്സ് ഉപയോഗിക്കാൻ തുടങ്ങുന്നത്, ടോയ്ലറ്റ്സ് ഷെയർ ചെയ്യാൻ തുടങ്ങുന്നത്. ഇതൊരു വലിയ സോഷ്യൽ ഇഷ്യൂ അവിടെയുണ്ട്. കാരണം വളരെ വൃത്തിയുള്ള, വളരെ ഹൈജീനായിട്ടുള്ള, വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള, വളരെ സെക്യൂർഡ് ആയിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റിൽ നിന്ന് ഒരാൾ വേറെ എൻവയോൺമെൻറ്റിലേക്ക് പോകുമ്പോൾ പലപ്പോഴും ദേ ഫൈൻഡ് ഇറ്റ് ഡിഫിക്കൽട്ട് ടു മിങ്കിൾ വിത്ത് ദാറ്റ്. അപ്പോൾ അവിടെ ഒരു നീഡ് ജനറേറ്റ് ചെയ്യപ്പെടുകയാണ്. ആ നീഡാണ് സിംഗുലർ ലിവിങ്. അതായത് ഒരാളുടെ ഒരു വൈവാഹിക ജീവിതത്തിലേക്ക് കടക്കുന്ന സമയം വരെ അയാൾ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു കാലഘട്ടം, അത് പഠിത്തത്തിൻ്റെയോ തൊഴിലിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിലെയോ ആയുള്ള സമയത്താണെങ്കിൽ അന്നേരം അവർക്ക് ആവശ്യമായിട്ടുള്ള സെക്യൂരിറ്റി, അവർക്ക് ആവശ്യമായിട്ടുള്ള പ്രൈവസി, അവർക്ക് ആവശ്യമായിട്ടുള്ള കംഫർട്ട്സ്, അവർക്ക് ആവശ്യമായിട്ടുള്ള നീഡ്സ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്ന ഏറ്റവും ചെറിയ സ്പേസ്. കാരണം അവർ വലിയ സ്പേസ് ഒക്യുപ്പൈ ചെയ്യാനുള്ള പ്രൊവിഷൻ ഇല്ല. കാരണം അവർ ഏൺ ചെയ്യുന്നവരല്ല, അവർക്കിത് അച്ഛനമ്മ വാങ്ങിച്ചു കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ 96 സ്ക്വയർ ഫീറ്റാണ് ഞങ്ങളുടെ സെൽഫി അപ്പാർട്ട്മെൻറ്റ്സ്, 96 സ്ക്വയർ ഫീറ്റ്. ആ അപ്പാർട്ട്മെൻറ്റുകൾ ഞങ്ങൾ എവിടെയെല്ലാം ലോഞ്ച് ചെയ്തിട്ടുണ്ടോ അവിടെയെല്ലാം അന്നത്തെ ദിവസം തന്നെ വിറ്റുപോയിട്ടുണ്ട്. രണ്ടാമത്തെ കാറ്റഗറിയാണ് ഇതേ ആൾ തന്നെ കുറച്ചുകൂടെ വളർന്ന് വലുതാകുമ്പോൾ അവർ ആദ്യത്തെ വീട് മേടിക്കുന്നത്. ആദ്യത്തെ വീട് മേടിക്കുമ്പോൾ എന്ന് വെച്ചാൽ അഫോർഡബിലിറ്റി തന്നെയാണ് ലക്ഷ്യം. ഒരു 99% ആൾക്കാരുടെ കേസിനകത്തും ആദ്യത്തെ വീട് അഫോർഡബിൾ ഹോം തന്നെയാണ്. അഫോർഡബിൾ ഹോം എന്ന് പറഞ്ഞാൽ ലോ കോസ്റ്റ് ഹൗസ് അല്ല. നിങ്ങൾ ഒരു കേരളത്തിൻ്റെ ഒരു പാർപ്പിട സംസ്കാരത്തിലേക്ക് തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ ലാറി ബേക്കർ സാറെല്ലാം ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ, ശങ്കർ സാറെല്ലാം ചെയ്യുന്ന കാലഘട്ടത്തിലെല്ലാം പണിതിരുന്ന ചിലവ് കുറഞ്ഞ വീടുകൾ യഥാർത്ഥത്തിൽ വാങ്ങിച്ചുകൊണ്ടിരുന്നത് സമൂഹത്തോട് ഉത്തരവാദിത്തമുള്ള ആൾക്കാരാണ്. എല്ലാ കോളേജിലും പോകണമെങ്കിൽ നിങ്ങൾ പോയി നോക്കിക്കോളൂ, അവിടുത്തെ പ്രൊഫസേഴ്സ് മിക്കവാറും മേടിക്കുന്ന വീടുകൾ അല്ലെങ്കിൽ വെച്ചിരുന്ന വീടുകൾ ഇത്തരം വീടുകളാണ്. ഒരു ശാസ്ത്രവുമായി ബന്ധപ്പെട്ടവർ അല്ലെങ്കിൽ സമൂഹത്തിനോട് പ്രതിബദ്ധതയുള്ളവർ ആരും തന്നെ അത്തരം ആൾക്കാരെല്ലാവരും തന്നെ ഇത്തരം വീടുകളിലാണ് താമസിക്കുന്നത്. പക്ഷേ ഇന്നിപ്പോൾ നമ്മുടെ ലാൻഡ് വാല്യൂ കൂടിക്കഴിഞ്ഞപ്പോൾ നമുക്ക് ആ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള വീടുകൾ നിർമ്മിക്കാനായിട്ട് സാധ്യത കുറഞ്ഞപ്പോൾ മൾട്ടി സ്റ്റോറി റെസിഡൻഷ്യൽ ഹൗസുകളിൽ ലോ കോസ്റ്റ് അല്ലെങ്കിൽ അഫോർഡബിൾ ഹൗസിന് ഒരു തീം ഉണ്ടായിരുന്നില്ല. ആൾക്കാർ അഫോർഡബിൾ ഹൗസിംഗ് എന്ന് പറഞ്ഞു ചെയ്തിരുന്നത് വില കുറഞ്ഞ സാധനങ്ങൾ ഉപയോഗിച്ച് പണിയുകയും വില കുറഞ്ഞ രീതിയിലുള്ള കൺസ്ട്രക്ഷൻ നടത്തുകയും. അപ്പോൾ മൾട്ടി സ്റ്റോറി ബിൽഡിംഗ് അങ്ങനെ വില കുറഞ്ഞ രീതിയിൽ പണിതാലുള്ള കുഴപ്പമെന്ന് വെച്ചാൽ അതിൻ്റെ ലൈഫ് കുറഞ്ഞു പോകും. അഫോർഡബിലിറ്റി എന്ന് പറയുന്നത് അത് മേടിക്കുന്നതിൽ മാത്രമല്ല, അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ, അതിൻ്റെ പരിപാലനത്തിന് വേണ്ടിയിട്ട് വരുന്ന പിന്നെയുള്ള ചിലവുകളിൽ, അതിൻ്റെ ടാക്സേഷൻ പോയിൻ്റ് ഓഫ് വ്യൂവിൽ. ഇപ്പോൾ ഒരു ഗവൺമെൻറ് തന്നെ പറയുന്നു അഫോർഡബിൾ ആയിട്ടുള്ള ഹൗസിംഗ് സെക്ടറിൽ 1% GST കൊടുക്കാമെന്ന് പറയുന്നു. എന്നിട്ട് അതിന് ലിമിറ്റ് വയ്ക്കുകയാണ്, 45 ലക്ഷം രൂപ കൂടുതൽ വില വരാൻ പാടില്ല. അപ്പോൾ നമ്മുടെ അഫോർഡബിൾ ഹൗസിംഗ് 50 ലക്ഷം രൂപയ്ക്ക് പണിത് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ബെനിഫിറ്റ് ഗോസ്. അപ്പോൾ ഈ എല്ലാ കാര്യങ്ങളും 360 ഡിഗ്രി അഫോർഡബിലിറ്റി ഉണ്ടാവണം. അങ്ങനെ ഒരു പ്രൊഡക്റ്റാണ് ഞങ്ങളുടെ ഡൗൺ ടു എർത്ത് എന്ന് പറയുന്നത്. അതിപ്പോൾ കോട്ടയത്ത് ആദ്യത്തെ സീരീസ് ഓഫ് യൂണിറ്റ്സ് ഇപ്പോൾ നമ്മൾ ഹാൻഡ് ഓവർ ചെയ്യാറുണ്ട്. എറണാകുളത്തായ സീരീസ് ഓഫ് യൂണിറ്റ്സ് ഹാൻഡ് ഓവർ ചെയ്യാറുണ്ട്. ചിലവ് കുറഞ്ഞ വീടെന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് പണ്ട് വന്നിരുന്ന ഒരു ചിത്രം ഉണ്ടല്ലോ, അതുപോലെ അഫോർഡബിൾ ഹൗസിംഗ് ആയിട്ടുള്ള അപ്പാർട്ട്മെൻറ്റിനെ പറ്റിയിട്ടൊരു ചിത്രം
എല്ലാവരുടെ മനസ്സിലും വരുത്താവുന്ന രീതിയിലുള്ള പ്രൊഡക്റ്റാണ് ഞങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അതിന് വളരെ കൃത്യമായിട്ടുള്ള സ്പെസിഫിക്കേഷൻസ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, കൃത്യമായിട്ടുള്ള എൻവയോൺമെൻറ്റ് ഡിസൈൻ ചെയ്തിട്ടുണ്ട്, കൃത്യമായിട്ടുള്ള ഞങ്ങളവിടെ ഇതൊന്നും ചെയ്യുന്നില്ല, എന്താ പറയുക, ഇൻ്റർലോക്കിംഗ് ടൈലൊന്നും ഇട്ട് നിറയ്ക്കുന്നില്ല. പകരം ഞങ്ങൾ പഴയ വീടുകളുണ്ടാകുന്ന പോലെ ഇഷ്ടിയാണ് ഞങ്ങൾ ഉപയോഗിച്ചത്. പഴയ ഈ ഇഷ്ടിക ചൂളകൾ പൊളിച്ചിടുന്ന ഇഷ്ടിയുണ്ടല്ലോ, ആ ഇഷ്ടിയാണ് ഞങ്ങൾ നിലനിർത്തിയിരിക്കുന്നത്. പലയിടങ്ങളിലും ഞങ്ങൾ എന്താ പറയുക 20 mm മെറ്റലാണ് ഞങ്ങൾ പേവ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ അതിൽ പല സ്ഥലത്തും ഓപ്പൺ ബ്രിക്സ് ഉണ്ട്. ഈവൻ ലാൻഡ്സ്കേപ്പിൽ പോലും നമ്മുടെ നാട്ടിലെ തനത് ചെടികൾ ഉപയോഗിച്ചിരിക്കുന്നത്, വില കൂടിയ ചെടികളൊന്നും കൊണ്ടൊന്നും അതിനകത്ത് വെച്ചിട്ടില്ല. അപ്പോൾ അത്തരമൊരു കോൺസെപ്റ്റിന് വളരെ സ്ട്രോങ് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ് ഞങ്ങളുടെ ഡൗൺ ടു എർത്ത്. എക്സോട്ടിക്ക സീരീസിനെ പറ്റി നമുക്ക് പറയാനില്ല. എന്താണോ ഒരു ലക്ഷറി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അന്ത്യം കാണുന്നവരുള്ള സാധനങ്ങൾ നമുക്ക് കൊടുക്കാം. സോ ദാറ്റ് ഈസ് അവർ എക്സോട്ടിക്ക സീരീസ്. ലാസ്റ്റ് വണ്ണാണ് യങ് അറ്റ് ഹാർട്ട് എന്ന് പറയുന്ന സീനിയർ ലിവിങ്. അപ്പം ഈ ഒരാളുടെ ലൈഫ് സൈക്കിളിലുള്ള എല്ലാ കാലഘട്ടങ്ങളിലും അവർക്ക് ആവശ്യമായിട്ടുള്ള ഭവന സ്വപ്നം അല്ലെങ്കിൽ അവരുടെ ഭവന റിക്വയർമെൻറ്റ് അത് സാറ്റിസ്ഫൈ ചെയ്യാൻ ഞങ്ങൾക്ക് സാധിക്കും. ഞങ്ങൾ പ്രത്യേക ഫീൽഡിൽ മാത്രം ജോബ് ചെയ്യുന്ന ആൾക്കാരല്ല. അവിടെയെല്ലാം അവരുടെ ഒപ്പം നിൽക്കേണ്ട ചില ഘടകങ്ങൾ കൂടിയുണ്ട്. ഇപ്പോൾ അഫോർഡബിൾ ഹൗസിങ്ങിനകത്ത് വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 360 ഡിഗ്രി അഫോർഡബിലിറ്റി ഉണ്ടാവണം. എക്സോട്ടിക്കിൽ വരുമ്പോൾ 360 ഡിഗ്രി ലക്ഷറി ആയിരിക്കണം. സെൽഫിയിൽ വരുമ്പോൾ ഒരു സേഫ് ആൻഡ് സെക്യൂർഡ് ആയിട്ടുള്ള ഒപ്പം തന്നെ പ്രൈവസി ഉള്ള പ്ലേസ് ആയിരിക്കണം. സീനിയർ ലിവിങ്ങിൽ വരുമ്പോൾ വളരെ കൃത്യമായിട്ടുള്ള കെയർ, അതൊരു എൽഡർ കെയർ ആവാം, ഒരു ഓൾഡ് ഏജ് പീപ്പിളിനുള്ള കെയർ ആവാം, അസിസ്റ്റഡ് ലിവിങ്ങിലുള്ള കെയർ ആവാം, ഒരു ഹോസ്പിറ്റൽ കെയർ ആവാം. അതെല്ലാം ചെയ്യാൻ പറ്റിയ ഒരു സർവീസ് പാർട്ട്ണറോട് കൂടെ വേണം. അതുകൊണ്ടാണ് ഞങ്ങൾ കൊളംബിയ പസഫിക്കിനെ ഞങ്ങൾ കൂടെ കൂട്ടാനായിട്ടുള്ള തീരുമാനമെടുത്തത്. കൊളംബിയ പസഫിക് 1938 മുതൽ സീനിയർ കെയർ രംഗത്ത് പ്രവർത്തിക്കുന്ന വേൾഡിലെ നമ്പർ 1 സ്ഥാപനമാണ്. കൊളംബിയ പസഫിക് പോലുള്ളൊരു സ്ഥാപനത്തിനെ കേരളത്തിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു എന്ന് തന്നെ പറയുന്നത് തന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ആഹ്ലാദകരമായിട്ടുള്ള കാര്യമാണ്. കാരണം അവിടെ ഞങ്ങളുടെ ജോലി 50% തീർത്തു. അതില്ലാതെ ഞങ്ങളൊരു സീനിയർ ലിവിങ് ഹോം പണിയാണെങ്കിൽ ശരിക്കും ഞങ്ങളെ ആൾക്കാരോട് പറയുന്നത്, ഞങ്ങളുടെ കസ്റ്റമേഴ്സ് ഞങ്ങൾ പറയുന്നത്, നിങ്ങൾ ആദ്യം ചോദിക്കേണ്ട അസറ്റ് ഹോംസ് ആണോ വേറൊരു ബിൽഡറാണോ പണിയുന്നതെന്നല്ല. ഓഫ് കോഴ്സ് ദർ ഇസ് എ ക്വസ്റ്റ്യൻ. കാരണം വെച്ചാൽ 65 ഫ്ലാറ്റ് ബുക്ക് ചെയ്യുന്ന ആൾക്ക് 70 വയസ്സായിട്ടും ഫ്ലാറ്റ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ കാര്യമൊന്നുമില്ല. കാരണം സീനിയർ ലിവിങ്ങിനകത്ത് സമയബന്ധിതമായിട്ടുള്ള നിർമ്മാണത്തിന് വലിയ പ്രത്യേകതയുണ്ട്, അല്ലെങ്കിൽ വളരെ കൃത്യത ഉണ്ടാവണം. അതിനൊപ്പം തന്നെ വേണ്ടതാണ് ആരാണിത് കഴിഞ്ഞ് അവരെ ടേക്ക് കെയർ ചെയ്യാൻ പോകുന്നുള്ളത്. പല സീനിയർ ലിവിങ് ഹോംസിൻ്റെയും പ്രോബ്ലം എന്ന് പറയുന്നത് അത് പ്രോസസ് ഓറിയൻറ്റഡ് അല്ല, അവിടെ കൃത്യമായിട്ടുള്ള നിർവഹണ സംവിധാനങ്ങളില്ല. ഒരാൾക്കൊരു ചെസ്റ്റ് പെയിൻ വന്നാൽ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 10 അഭിപ്രായം വരാവുന്ന സാഹചര്യം പല സ്ഥലത്തുണ്ട്. അങ്ങനെയല്ല വേണ്ട, അതിനൊരു പ്രോസസ് ഉണ്ട്. ആ പ്രോസസ്സേ അവിടെ നടക്കാൻ പാടുള്ളൂ. അതിനൊരു ഡയറക്റ്റഡ് ഹോസ്പിറ്റൽ ഉണ്ടാവും. അപ്പോൾ അതിന് നല്ല ഹോസ്പിറ്റൽ പാർട്ണർ ഉണ്ടാവണം, നല്ല സർവീസ് പാർട്ണർ ഉണ്ടാവണം. അസറ്റ് ഹോംസിൻ്റെ പ്രോജക്റ്റുകളിൽ 100% ഞാൻ കുറവ് ചെയ്യാൻ പറയും. ഞങ്ങളുടെ സീനിയർ ലിവിങ് പ്രോജക്റ്റുകൾ 100% സർവീസ് ബാക്കപ്പുള്ളതായിരിക്കും. അവിടെ ഒരു സംശയം ഉണ്ടാവില്ല എങ്ങനെയാണ് ഒരു സീനിയറായിട്ടുള്ള ആളെ ടേക്ക് കെയർ ചെയ്യേണ്ടതെന്നുള്ള കാര്യത്തിൽ സംശയം. അത് ഞങ്ങളുടെ മിടുക്കല്ല കേട്ടോ. ഞങ്ങളുടെ മിടുക്ക് ഞങ്ങൾ ആ സ്ഥാപനത്തിനെ സെലക്ട് ചെയ്യുന്നുള്ളത് മാത്രമാണ്. കൊളംബിയ പസഫിക്കിൻ്റെ ക്യാരക്ടറും കൊളംബിയ പസഫിക്കിൻ്റെ കഴിവുമാണ്, അല്ലെങ്കിൽ അവരുടെ ഒരു കാലിബറുമാണ് അവിടെ താമസിക്കുന്ന ആൾക്കാരെ എന്താ പറയുക വളരെ ഉദാത്തമായ രീതിയിൽ അവരുടെ സീനിയർ ലൈഫ് ആഘോഷിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നത്. ഇപ്പോൾ ബാംഗ്ലൂരും പൂനെയിലെല്ലാം നിർമ്മാണം പൂർത്തീകരിച്ച് ചെയ്യുന്ന കൊളംബിയ പസഫിക്കിൻ്റെ വീടുകളിൽ പോയി താമസിച്ചിട്ടാണ് ഞങ്ങൾ ആൾക്കാരുടെ ഫ്ലാറ്റ് ബുക്ക് ചെയ്യാൻ പറയാൻ പോകുന്നത്. യു ക്യാൻ ഗോ ആൻഡ് സ്റ്റേ ദെയർ ഫോർ എ ഡേ ആൻഡ് എൻജോയ് ഇറ്റ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് വാട്ട് വി ആർ ഗിവിങ്, ദെൻ യു കം ടു ബൈ എ യൂണിറ്റ്. അതാണ്. അപ്പോൾ അവിടെ വേറെ തർക്കങ്ങളില്ല, വേറെ സംശയങ്ങളില്ല, ട്രാൻസ്പെറൻസിയുടെ കുറവില്ല. സോ ദിസ് ഇസ് വാട്ട് വി ആർ ട്രൈങ് ടു ഡു.